ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഇത് വെച്ചിട്ടുള്ള ഒരു അടിപൊളി വോൾ ഡെക്കോർ ഐഡിയ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള ബോക്സസ് എടുക്കുക. ബോക്സസ് എടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ആ ഒരു റിങ് പോലെ നിൽക്കുന്നതില്ലേ, ആ ഒരു റിങ് പോലെ നിൽക്കുന്ന അതൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് തിക്കായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇതിന് ശേഷം ഇതിനെ നമ്മളിതാ ഇങ്ങനെ ചെറിയ ചെറിയ സ്ട്രിപ്പ് പോലെ ഇങ്ങനെ ലെങ്ത്തിൽ കട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഈക്വൽ സൈസിൽ ഇങ്ങനെ കട്ടായിട്ട് വരണം. എല്ലാ സ്ട്രിപ്പുകളും ഒരേ വീതിയായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നമ്മുടെ യോഗട്ട് ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന, അതായത് ഈ കേട് മേടിക്കുമ്പോൾ കിട്ടുന്ന ഇതേപോലത്തെ ബോട്ടിൽസില്ലേ, അത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ഐസ്ക്രീംസ്, കപ്പ് ഐസ്ക്രീംസ് എന്ന് പറഞ്ഞാൽ മേടിക്കില്ലേ, അത് മേടിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഡിസ്പോസിബിൾ കപ്പുകളായാലും ഇതേപോലെ യൂസ് ചെയ്യാം. ഡിസ്പോസിബിൾ കപ്പിൻ്റെ ലെങ്ത് ഒന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ഫുൾ റൗണ്ട് ഒരേ സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ കാണുന്ന പോലെ ഒന്ന് നിവർത്തി കൊടുക്കുക. ഇതിന് കപ്പിൻ്റെ ഷേപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഇതേപോലെ ഇങ്ങനെ നിവർന്ന് കിട്ടുന്ന വിധത്തിൽ ആക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് ആ തുടക്കമൊന്നും ഇതായി തോന്നും, പിന്നെ അതങ്ങ് കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് ബാക്കിലോട്ട് ആക്കിയിട്ട് പിന്നെ തിരിച്ചാക്കുമ്പോൾ കറക്റ്റായിട്ട് വന്ന് നിന്നോളും. കണ്ടോ ഇപ്പോൾ വിരിഞ്ഞ് വന്നത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഓരോ സ്ട്രിപ്പുകൾ നമുക്കൊന്ന് കട്ട് ചെയ്യണം. അതായത് ഇതുപോലെ ഇങ്ങനെ വി ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് അതിനൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. കണ്ടോ, അപ്പോൾ എല്ലാതും ഒരേ ലെങ്ത്തിൽ വരുന്ന വിധത്തിൽ എല്ലാ സ്ട്രിപ്പുകളും നമ്മൾ വി ഷേപ്പിൽ കട്ട് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെല്ലാതും വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഒന്നും കൂടെ ഇതിൻ്റെ ഈ ഒരു സൈസ് ഒന്ന് ശരിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ഷേപ്പായിട്ട് വന്നോളൂ. അതായത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. കണ്ടോ, നന്നായി പ്രസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിതാ ഇതിൻ്റെ പെറ്റൽസിന് എല്ലാത്തിനും യെല്ലോ കളറാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ബ്രൈറ്റ് യെല്ലോ ആൻഡ് ഓറഞ്ച് ഷെയ്ഡിൽ കൊടുക്കാം. ഞാനിപ്പോൾ യെല്ലോ ആൻഡ് ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ പെയിൻറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. സെൻറ്റർ ഭാഗത്ത് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് ഇത് കണ്ടോ, ഇത് നമ്മുടെ ചായലയാണ്. ചായ വെച്ചിട്ട് നമ്മൾ എരിച്ച് മാറ്റി കളയുന്ന ആ ചായല ഉണ്ടല്ലോ, ആ ചായല ഉണക്കിയതാണ് കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നമുക്ക് കടുക് അങ്ങനെയുള്ള എന്തെങ്കിലും മണൽ ഒക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കുറച്ചും കൂടെ ഒന്ന് സ്റ്റിക്കാവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഗ്ലൂ ഇട്ടിട്ട് അത് ഒന്നും കൂടെ ഒന്ന് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിന് മുകളിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇതേപോലെ ഇങ്ങനെ പറഞ്ഞു ഒരു ഗ്ലൂ അധികം ഇല്ലെങ്കിൽ. പിന്നെ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു കളറ് അല്ലല്ലോ, ചായലയുടെ ഒരു ബ്രൗൺ കളറാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കോപ്പർ കളർ കൊടുത്തു. ഇതിൽ നമുക്ക് കോപ്പർ അല്ലെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചായല കേടാവാതിരിക്കാനായിട്ട്, ചായല ആയതുകൊണ്ട് തന്നെ നമ്മളിതാ ഈ ഒരു വാർണിഷ്, നമ്മുടെ വുഡ് വാർണിഷാണ്, ഈ ഒരു വാർണിഷ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ആ ചായലിട്ടെടുത്ത് മാത്രമല്ല ഫുള്ളായിട്ട് വാർണിഷ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പെയിൻറ്റൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഉണങ്ങാൻ വയ്ക്കുക. അതിനുശേഷം നമ്മളിതാ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഒരു ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ലീഫിൻ്റെ ഷേപ്പാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ലീഫാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറുതായി ട്രയാങ്കിൾ പോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനതായി മടക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ഒരു റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ പേപ്പർ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബാക്ക് സൈഡിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്, ഫ്രണ്ട് സൈഡിലല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഗ്രീൻ കളർ പേപ്പർ ഇല്ലാത്തവർക്കും ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ കുറച്ച് വലിയ ഒരു സ്ട്രിപ്പ് ഗ്രീൻ കളർ എടുത്തേക്കാണ്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് 3 കട്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു 3 കട്ട് ചെയ്തേമേ ഗ്ലൂ ഇട്ടതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു പീസ് ഇതുമ്പോൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെ 2 പീസ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് നമ്മുടെ ലീഫും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ലീഫ് അറ്റാച്ച് ചെയ്യാനായിട്ട് കുറച്ച് ഗ്ലൂ ലീഫും ഒന്ന് ഇട്ട് കൊടുത്തേക്കാണ്. ലീഫും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഒന്നും കറക്റ്റായിട്ട് അറിയാതിരിക്കാൻ, ഒരേ ഇതായിട്ട് വരുന്നതായിട്ട് അറിയാൻ വേണ്ടിയിട്ട്, വേറെ ആയിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും അതിനെ ഒന്ന് ചുറ്റി കൊടുക്കാം. മനസ്സിലായല്ലോ, നമ്മൾ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണെന്ന്. അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ലീഫുകളൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരെണ്ണത്തുമ്പോൾ 2 മറ്റേതിൽ 1 വെച്ച് കൊടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്ട്രിപ്പ് കൊടുത്ത്
അതിന് ഒന്നും കൂടെ ഒന്ന് ആക്കിയെടുക്കുകയാണ്. അതങ്ങനെ അറിയാത്ത വിധത്തിൽ ഒരേ സ്റ്റെമ്മിൽ നിന്ന് വളർന്നു വരുന്ന ആ ഒരു ഇതിരിക്കില്ലേ, അതുപോലെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ രണ്ടെണ്ണത്തിനും ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫ്രെയിം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു A4 സൈസിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ഫ്രെയിം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ A4 സൈസിൻ്റെ ഷേപ്പ് എടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ ഇതേപോലെ ഈ ഒരു സൈഡിൽ മാർക്ക് ചെയ്തു. ഈ ഒരു 2 സെൻറ്റിമീറ്റർ നമ്മൾ ഈ ഒരു സൈഡിൽ മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം വീണ്ടും നമ്മുടെ A4 സൈസ് വെച്ചിട്ട് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഒരു 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. കണ്ടല്ലോ, നമ്മുടെ ഒരു A4 ആ 2 ഭാഗങ്ങൾ മാത്രം സെയിം സൈസാണ്, മറ്റ് ഭാഗങ്ങൾ നമ്മൾ എക്സസ് ആയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ വീതം എക്സസ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടല്ലോ, അപ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്താണ് ഞാൻ ചെയ്തതെന്നുള്ളത്. എനിക്ക് കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ നമ്മൾ ഒരു ചാർട്ട് പേപ്പർ എടുത്തു, ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തു. എന്നിട്ട് ഒരു A4 ഷീറ്റും എടുത്തിട്ടുണ്ട്. A4 ഷീറ്റിനേക്കാളും 2 സൈഡിലും 2 സെൻറ്റിമീറ്റർ വീതം എക്സസ് ആക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ 2 സെൻറ്റിമീറ്റർ എക്സസ് 2 സൈഡിലും. ഇനി ഇവിടെ താഴെ 1 സെൻറ്റിമീറ്റർ നമ്മൾ ഉള്ളിലോട്ട് മാർക്ക് ചെയ്യുകയാണ്. 2 സെൻറ്റിമീറ്റർ എടുത്തതിൽ നിന്ന് ഉള്ളിലോട്ട്, അതായത് നമുക്ക് ആ ഒരു A4 ഷീറ്റുമ്പോൾ ഈ ഒരു ഫ്രെയിം ഒട്ടിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ മുകളിലും നമ്മൾ 2 സൈഡുകളുണ്ടല്ലോ, മുകളിലും താഴെയുമായിട്ട്, അവിടെ നമ്മൾ കറക്റ്റ് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. അതായത് നമ്മുടെ A4 സൈസിൻ്റെ എടുത്തതാണ് കേട്ടോ. എന്നിട്ട് ആ 1 സെൻറ്റിമീറ്റർ എടുത്ത് ആ മാർക്കിങ്ങിലൂടെ ഇതേപോലെ കട്ട് ചെയ്തിട്ട്, പിന്നെ താഴെ നമ്മൾ 2 സെൻറ്റിമീറ്ററാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2 സൈഡുകൾ 3 സെൻറ്റിമീറ്ററും 2 സൈഡുകൾ 2 സെൻറ്റിമീറ്ററും വീതമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതേപോലെ 2 പീസസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും ആവശ്യമുണ്ട്. ആദ്യം തന്നെ ഈ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത ഈ ഒരു പീസ് നമുക്ക് എടുക്കാം. ഈ ഒരു പീസ് എടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡ് പീസിന് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തോട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു A4 സൈസ് പേപ്പർ, വൈറ്റ് കളർ പേപ്പർ ഇതുമ്പോൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെങ്കിൽ ആ ഒരു കാർഡ്ബോർഡിന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കി കട്ട് ചെയ്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതിന് ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് കളറാണ് ഫ്രെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് പേപ്പർ, ഇഷ്ടമുള്ള കളർ പേപ്പർ, ഇഷ്ടമുള്ള കളർ പെയിൻറ്റോ ചെയ്തെടുക്കാവുന്നതാണ്. അതവിടെ ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കുന്ന സമയം കൊണ്ട് നമ്മളിതാ ഈ ഒരു എക്സസ് ആയിട്ട് കണ്ടോ, ഈ ഒരു A4 ഷീറ്റ് കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 1 സെൻറ്റിമീറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്തത്. കണ്ടോ, ഈ 1 സെൻറ്റിമീറ്റർ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് എടുത്തത് ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഒരു A4 സൈസിൻ്റെ എടുത്തിട്ട് നമുക്ക് കൂടുതലായിട്ട് എല്ലാ ഭാഗത്തും ഈക്വൽ എമൗണ്ടിൽ മാർക്ക് ചെയ്തിട്ടായാലും ഫ്രെയിം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ മടക്കി കൊടുക്കുക. കറക്റ്റ് ആ ഒരു സൈസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടേക്കാണ് നമുക്ക് കാണണ്ടാത്തത് കേട്ടോ. ആ ഒരു മടക്കിയ ഭാഗത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഇതെങ്ങനെയാണെന്ന് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഗ്ലൂ മടങ്ങിയിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഗ്ലൂ ആക്കി കൊടുക്കുക കേട്ടോ. അതായത് അപ്പുറത്തെ ഭാഗത്തോട്ട് ഗ്ലൂ ആവണ്ട, എക്സസ് ആയിട്ട് നമ്മുടെ ബോർഡിനേക്കാളും എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ പേപ്പറിൽ മാത്രം നമുക്ക് ഗ്ലൂ ആയാൽ മതി. മറ്റേ ഭാഗത്ത് ബോർഡിൽ ഒട്ടിയിരിക്കുന്ന അത്രയും ഭാഗത്ത് നമ്മൾ ഗ്ലൂ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗ്ലൂ അപ്ലൈ ആയി കിട്ടും കേട്ടോ. ഇനി നമ്മൾ കളർ ചെയ്ത് വെച്ച നമ്മുടെ ബ്ലാക്ക് പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക നോക്കിയിട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒട്ടണം. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത ഭാഗം ഒന്ന് തിരിച്ച് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തോട്ട്. ആ ഒരു വൈറ്റ് കളർ പേപ്പറില്ല, അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് നന്നായിട്ട് ഒട്ടിയിരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തിനാണ് നമ്മൾ ഉള്ളിലത്തെ ആ ഭാഗം കട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. ഈ ഒരു ഫ്രെയിമും ഒട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത്തും കൂടെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈക്വൽ സൈസിൽ എടുത്തിട്ട് ചെയ്യാം. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്തത് നമുക്കിങ്ങനെ വെച്ച് നോക്കാം. ആദ്യം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് വെച്ച് നോക്കിയതിന് ശേഷം ഇതങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് 2 സ്റ്റെമ്മായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിന് ഒറ്റ സ്റ്റെമ്മായിട്ടാണ് ഞാനിപ്പോൾ ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ. 2 എണ്ണമായിട്ട് നിൽക്കുമ്പോൾ ഒരു ഭംഗി കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാനൊരു പൈപ്പ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ട്, അതായത് ഗ്രീൻ കളർ തന്നെ ഒരു ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പേപ്പർ റോൾ ചെയ്തിട്ട് വലിയ ഹോളുള്ള പേപ്പർ റോൾ ചെയ്തിട്ട് അത് അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വയ്ക്കുകയാണ് ചെയ്തത്. അതല്ലെങ്കിൽ നമുക്കൊരു സ്ട്രിപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചുറ്റി കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ആയാലും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഉള്ളിൽ കുറച്ച് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത് ഒന്ന് വെച്ച് നോക്കുക. അതിനുശേഷം മാത്രം ഗ്ലൂ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾക്കത് ഒട്ടിക്കേണ്ടതല്ല അതുകൊണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു സൈഡ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ സ്റ്റെമ്മിന് മാത്രമാണ് നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കുന്നത്. ബാക്കി ഭാഗത്തൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. സ്റ്റെമ്മിൻ്റെ ഭാഗത്ത് ഫുള്ളായിട്ട് ഗ്ലൂ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന്
നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വലിയ ഫ്രെയിമാണെങ്കിൽ വലിയ ഫ്രെയിം ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫ്രെയിം നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായാലും. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കൂട്ടുകാർക്കൊന്ന് ഹായ് പറയാം. ഹായ് ശിവപ്രിയ, ഹായ് വേദ, ഹായ് റിത, ഹായ് സനുഷ്ക. ബാക്കിയുള്ള കൂട്ടുകാർക്ക് വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. ഇന്ന് ചിലപ്പോൾ സൗണ്ടിന് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നാട്ടിലാണ്. അപ്പം നാട്ടിൽ വന്നപ്പോൾ പുറത്തോടെ വണ്ടികളും ഇതൊക്കെ പോകുന്നതിൻ്റെ ഒരു സൗണ്ടാണ്. നിങ്ങൾ പ്ലീസ് ഇഗ്നോർ ഇറ്റ്. വേറെ രക്ഷയില്ല കേട്ടോ എനിക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ ചെയ്ത നമ്മുടെ ഫ്രെയിം ഇതേപോലെ നമുക്ക് വാളിൽ ബാക്ക് സൈഡിൽ സ്റ്റിക്കറോ ഹാങ്ങിങ്ങോ ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വാളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.